സപ്പോസ് ഇത് രണ്ടാൾക്കാരാണ്, റെഡ് എന്ന് പറഞ്ഞ പേഴ്സണും ഗ്രീൻ എന്ന് പറഞ്ഞ പേഴ്സണും. അപ്പോൾ ഈ റെഡ് എന്ത് ചെയ്തു, എൻ്റെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, IPO വഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രീനൊന്നും വാങ്ങിയിട്ടില്ല. എൻ്റെ കമ്പനി ഈ റെഡ് വാങ്ങിയത് കൊറോണ ഒക്കെ വരുന്നതിന് മുന്നേ ആയിരുന്നു എൻ്റെ കമ്പനീൻ്റെ ഷെയർ വാങ്ങിയത്. അപ്പോൾ കൊറോണ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ഒരു ന്യൂസ് വന്നു, ഈ ഓറഞ്ചിൽ വിറ്റാമിൻ സി ഉണ്ട്, ആ ഒരു വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. അപ്പോൾ ആ ഒരു പെട്ടെന്നൊരു ന്യൂസ് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, എൻ്റെ കമ്പനിയുടെ ഷെയർസിന് ഡിമാൻഡ് കൂടി. കാരണം ഈ ഒരു ന്യൂസ് നല്ല ന്യൂസല്ലേ, പോസിറ്റീവല്ലേ എൻ്റെ കമ്പനിക്ക്, എക്സ്പോർട്ടിംഗ് ഒക്കെ കൂടുതലല്ലേ. അത് എന്ത് ചെയ്യില്ല, ഈ റെഡ് അറിഞ്ഞിരുന്നില്ല. ആ ന്യൂസ് വന്ന അന്ന് റെഡ് അത് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഗ്രീൻ അറിഞ്ഞു. ആ ന്യൂസ് ഗ്രീൻ അറിയാം, എന്തായാലും ഷെയർ പ്രൈസ് കൂടും, എൻ്റെ ബിസിനസ് മെച്ചപ്പെടും, ഷെയർ പ്രൈസ് കൂടും. കാരണം എൻ്റെ ഷെയർ വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ ഷെയർ പ്രൈസ് കൂടും. റെഡ് അത് അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ വേറൊരു സെനാറിയോ, അതായത് റെഡിന് അത്യാവശ്യമായിട്ട് പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഈവൻ മൂപ്പർക്ക് അറിയാം ഷെയർ പ്രൈസ് കൂടും, എന്നാലും വളരെ അത്യാവശ്യമായിട്ട് പണത്തിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഷെയർസ് വിൽക്കാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇയാൾക്ക് വിൽക്കുന്നു. 1000 ഷെയർസ് ഇയാൾ വാങ്ങിയെന്ന് വെച്ചോ, ഒരു 1,00,000 രൂപക്ക്. ഇയാൾ എന്ത് ചെയ്തു, ഒരു 1.5 ലക്ഷം കൊടുത്തിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഷെയർസ് വാങ്ങി. പിറ്റേ ദിവസം ഈ ന്യൂസ് വന്ന് പിറ്റേ ദിവസം ഇങ്ങനെ എല്ലാവരും വാങ്ങി ആ പ്രൈസ് ഇങ്ങനെ കൂടി എന്ത് ചെയ്തു, ഒരു 3-4 ലക്ഷമൊക്കെ ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഇയാളത് വിൽക്കും. അല്ലെങ്കിൽ അയാൾ കുറേ കാലത്തേക്കാണെങ്കിൽ അയാളത് ഹോൾഡ് ചെയ്ത് വെക്കും. കമ്പനീനെ പറ്റിയുള്ള ന്യൂസ് ഷെയർ മാർക്കറ്റിൽ ആ കമ്പനീൻ്റെ ഷെയറിൻ്റെ വാല്യൂവിനെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ കഴിയും, JSW Steels ബിഗിൻസ് ഹോട്ട് റോൾഡ് പ്ലേറ്റ്സ് പ്രൊഡക്ഷൻ അറ്റ് ഡോൾവി വർക്ക്സ് പ്ലാന്റ്. ഈ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസിന് എത്രത്തോളം വേരിയേഷൻ വന്നല്ല നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് JSW സ്റ്റീൽ ഷെയർ പ്രൈസ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു ഷെയർ പ്രൈസ് കൂടിയത് 37 രൂപയാണ്, 7.91%. അതായത് ഒരു ഷെയറിൻ്റെ വില 505 രൂപയാണ്. അത് 50,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 100 ഷെയർ വാങ്ങായിരുന്നു. അപ്പോൾ 100 ഷെയർ വാങ്ങിയിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 3700 രൂപ ലാഭം കിട്ടിയാണ്. ഇതാണ് ഈ ഷെയർ മാർക്കറ്റിൽ ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി വാച്ച് ചെയ്യണം. ഈ ന്യൂസ് വാച്ച് ചെയ്ത് മാത്രം പോരാ, ഈ ഓരോ ന്യൂസ്, ഒരു കമ്പനിയുടെ ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഗൂഗിളിൽ ആ ഷെയർ വാല്യൂ, ആ ഒരു കമ്പനി